നമസ്കാരം. ഇന്ന് മലബാർ കിച്ചണിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പണ്ട് കാലത്ത് ക്രിസ്മസിൻ്റെ ഈസ്റ്ററിൻ്റെയൊക്കെ സമയത്ത് മുത്തശ്ശിമാർ ഉണ്ടാക്കിയിരുന്ന നല്ല സ്പെഷ്യലായിട്ടുള്ള ഒരു പലഹാരമാണ് ഒരപ്പം. ശരിക്കും കണ്ണൂർ കിണ്ണത്തപ്പത്തിൻ്റെ ചേരുവകളായിട്ട് കുറേയൊക്കെ സാമ്യമുണ്ടെങ്കിലും ഇത് ചെയ്തെടുക്കുന്ന രീതിയും ഒരിത്തിരി ചേരുവകളിൽ വരുന്ന മാറ്റവും കൊണ്ട് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു പലഹാരമാണെന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു റെസിപ്പിയിൽ മുട്ട ചേർത്തും ചേർക്കാതെയും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പിയിൽ നമ്മൾ മുട്ട ചേർക്കുന്നില്ല, അല്ലാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പിന്നെ ഈ ഒരു റെസിപ്പി എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത് എൻ്റെ അമ്മയുടെ സുഹൃത്തിൻ്റെ അമ്മയാണ്. ആ അമ്മാമ്മയ്ക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കാം. പിന്നെ ആരെങ്കിലും ഈ ചാനൽ ഇന്ന് പുതിയതായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും, അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഒരപ്പം റെഡിയാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന പൊടി ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ പാക്കറ്റ് അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് മിക്കതും വറുത്തിട്ടായിരിക്കും ഉണ്ടാകുക. അപ്പോൾ വറുക്കാത്ത അരിപ്പൊടിയാണ് ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 1 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച്, പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണിയിൽ നിങ്ങൾ നിരത്തിയിടുക. അതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് നല്ല പൗഡർ പോലെ ഒന്ന് പൊടിച്ചെടുക്കുക. മാക്സിമം തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് കപ്പിലാണോ പച്ചരി അളക്കുന്നത് അതേ അളവിൽ തന്നെ നിങ്ങളെല്ലാം അളന്നെടുത്താൽ നിങ്ങൾ അരിപ്പൊടി അളന്നിരിക്കുന്ന അതേ കപ്പ് തന്നെ എല്ലാ മെഷർമെൻറ്റിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇനി ഇതിലോട്ടുള്ള ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ശർക്കരയാണ്. പിന്നെ നിങ്ങൾ ശർക്കര എടുക്കുന്ന അളവ് ഒരു 200 ഗ്രാം തുടങ്ങി 250 ഗ്രാം വരെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പിനടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ശർക്കരയെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ശർക്കര ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കല്ലും തരികളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലാണ്. ഞാനിപ്പോൾ തേങ്ങയുടെ 1-ാം പാൽ തന്നെ എടുത്തിട്ടുള്ളത്. 1-ാം പാൽ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അരിപ്പൊടി അളന്നിരിക്കുന്ന അതേ കപ്പിന് 3 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു തേങ്ങ ചിരകി എടുത്തതിന് ശേഷം അതിനകത്ത് 3 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുത്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ട് ചൂടാറി നമ്മൾ അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. പൊടിച്ചു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇതിലോട്ട് ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഒരപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചിട്ടുള്ളതാണ്. ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ പെരിഞ്ജീരകം, വലിയ ജീരകം കൂടി ഒരു ഇത്തിരിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. സാധാരണ ഒരപ്പത്തിനകത്ത് നമ്മൾ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കും. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നാണെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഫ്ലേവറിനുള്ള ഏലക്കപ്പൊടിയും അതുപോലെ ജീരകപ്പൊടിയും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ അപ്പത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിടുക. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. എന്നിട്ട് ഒരു തവി വെച്ച് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. കൈ എടുക്കാതെ തന്നെ ഇളക്കിയെടുക്കുക. കാരണം അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാത്രം ഉരുളി ഉണ്ടെങ്കിൽ ഉരുളി ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. നോൺ സ്റ്റിക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും. ഇനി നമുക്ക് ചെറുതീയിലിട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. 5-10 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഇതുപോലെ കണ്ടില്ലേ കട്ട പിടിച്ചതുപോലെ വരാൻ തുടങ്ങും. അപ്പോൾ തവി വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി തന്നെ യോജിപ്പിച്ചെടുത്താൽ മതി. ഇത് കട്ട പിടിച്ച് പോകത്തൊന്നുമില്ല. നിങ്ങൾ കൈയെടുക്കാതെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ കുറുകി റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം 20-25 മിനിറ്റെങ്കിലും എടുക്കും. അപ്പോൾ അത്രയും സമയം നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് ചെറുതായിട്ട് കുറുകി വരുന്ന സമയത്ത് ഇതുപോലൊരു തവി ഉപയോഗിക്കുക. എന്നിട്ട് തവിയുടെ ഈ പിറകു വശം ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടും തന്നെ കട്ട പിടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയും. ഇത് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ആ ഒരു ലൂസായിട്ടുള്ള ആ ഒരു പാകം മാറിയിട്ട് അത്യാവശ്യം തിക്കായി കിട്ടിയിട്ടുണ്ട്.
ഇത്തിരി സമയം കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾ തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാലൊന്നും വെച്ച് ചെയ്യരുത് കേട്ടോ. അപ്പോഴൊന്നും ആ ഒരു കറക്റ്റ് ടേസ്റ്റിൽ നമുക്ക് ഒരിക്കലും റെഡിയാക്കി എടുക്കാൻ കഴിയില്ല. ഈ ഒരപ്പത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ അതൊരിക്കലും പശുവിൻ പാലൊന്നും വെച്ച് ചെയ്തെടുക്കരുത്. ഇതുപോലെ തന്നെ ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാകം കണ്ടില്ലേ, നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മളിതുപോലെ കറക്റ്റായിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കണ്ടില്ലേ കട്ട പിടിക്കില്ല. ഈ ഒരു പാകത്തിന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 5-6-7 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് കുറുകി വരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ തെറിച്ചിട്ട് കൈ പൊള്ളിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലെയിം കൂട്ടിയിടാതെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല തിക്കായി വരുന്ന ഈ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ട് കുറച്ച് കശുവണ്ടി പരിപ്പും അതുപോലെ കുറച്ച് ഉണക്ക മുന്തിരിയും ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ടൊന്നല്ല ചേർത്ത് കൊടുക്കുന്നത്, ഡയറക്റ്റ് തന്നെ ആഡ് ചെയ്യാണ്. കാരണം നമ്മൾ ഈ ഒരപ്പത്തിനകത്ത് അങ്ങനെ നെയ്യ് ഉപയോഗിക്കില്ല. നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണയുടെ സ്മെല്ലാണ് ശരിക്കും ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. നമ്മൾ നെയ്യ് വെച്ച് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സാധാരണ നമ്മുടെ കണ്ണൂർ കിണ്ണത്തപ്പത്തിൻ്റെ ആ ഒരു സ്റ്റൈലിലോട്ടേക്ക് പോകും. അപ്പോൾ ഒരിക്കലും നെയ്യ് ഉപയോഗിക്കാതെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അരിപ്പൊടി തേങ്ങാപ്പാലിലും ശർക്കരയിലൊക്കെ കിടന്ന് കണ്ടില്ലേ നല്ലതുപോലെ കുറുകി കറക്റ്റ് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല തിക്കായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തോട്ടേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ തുടങ്ങുക. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഹൽവയും കണ്ണൂർ കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അതേ ഒരു മെത്തേഡ് തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന അതുപോലെ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉപയോഗിക്കുന്നൊക്കെയുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. വേറെ തന്നെ ഒരു ടേസ്റ്റുമാണ് ഈ ഒരു അപ്പത്തിന്. ഇനി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കൂടി നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളൊരു 6-7 ടേബിൾ സ്പൂണിനടുത്തെങ്കിലും ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ടേബിൾ സ്പൂണായിട്ട് ഒഴിച്ചിട്ട് ഇളക്കി കുറുക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഏകദേശം 7 ടേബിൾ സ്പൂണിനടുത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കിയിട്ട് ശരിക്കും ഇതിനകത്തുനിന്ന് നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പാകത്തിന് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണം. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിനകത്തു നിന്നുള്ള എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ടില്ലേ നല്ല കറക്റ്റ് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കും പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകം നിങ്ങൾ നോക്കിയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ചോറ്റുപാത്രം അതിനകത്ത് എണ്ണയൊക്കെ തടവിയിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രം വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരപ്പത്തിൻ്റെ ബാറ്ററി ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതൊരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ അത് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു പാകത്തിന് റെഡിയാക്കി എടുക്കാം. പക്ഷേ ഒരപ്പത്തിൻ്റെ ശരിക്കുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മളിത് ഒന്നുകൂടി ഒന്ന് ബേക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ വിറകടുപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരപ്പം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ദം ചെയ്തെടുക്കാറില്ലേ, അതുപോലെ പാത്രത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കനൽ വെതറിയിട്ട് ആ ഒരു ചൂടുകൂടി ഇതിനകത്ത് തട്ടിയിട്ടാണ് ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു മെത്തേഡിലല്ല ചെയ്യുന്നത്. നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു 1-2 മണിക്കൂറിന് ശേഷം സാധാരണ കിണ്ണത്തപ്പം ഉപയോഗിക്കുന്നത് പോലെ ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ആ ഒരു മെത്തേഡിൽ ചെയ്യുക. ആ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഫ്ലേവറിൽ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കുന്നതിനായിട്ട് നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന അതേ രീതിയിൽ തന്നെ ഒന്നുകിൽ ഉപ്പ് അതല്ലെങ്കിൽ മണൽ ഇതുപോലെ കുക്കറിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെതറി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഏതെങ്കിലും ഒരു റിങ്ങോ അതല്ലെങ്കിൽ പ്ലേറ്റോ കമഴ്ത്തി കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുക്കർ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മുടെ ഒരപ്പത്തിൻ്റെ കൂട്ട് ഒഴിച്ചു വെച്ചിരിക്കുന്ന പാത്രം ഞാൻ ഇതിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് അടച്ച് വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് 20 മിനിറ്റാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 20-25 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കറക്റ്റ് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അപ്പത്തിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സാധാരണ വിറകടുപ്പിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് കനലിടുന്നത് കൊണ്ട് തന്നെ ഈ ഒരപ്പത്തിൻ്റെ മുകൾ ഭാഗം മുഴുവനായിട്ട് ഇതുപോലെ നല്ല മൊരിഞ്ഞ് കിട്ടും.
അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് പോർഷനും താഴെ ഭാഗത്ത് മാത്രമേ ആ ഒരു കളറിൽ റെഡിയാക്കി എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ വിറകടുപ്പിൽ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി പെർഫെക്ഷൻ ഉണ്ടാകും. ഇനി നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം പാത്രത്തിനകത്ത് മാറ്റിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഒരപ്പം ഇവിടെ നല്ല ചൂടാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 രീതിയിലുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് ഞാൻ വേറൊരു പാത്രത്തിനകത്തോട്ട് ബാക്കിയുള്ള ബാറ്റർ ജസ്റ്റ് ഒഴിച്ച് വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ രണ്ടിൻ്റെ കളർ ആ ഒരു ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. ഇത് നമ്മൾ ആ ഒരു കിണ്ണത്തപ്പത്തിൻ്റെയൊക്കെ ഒരു സ്റ്റൈലിലായിരിക്കും ഉണ്ടാകുക. ഇതാകുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ രണ്ടും ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് നമുക്ക് പാത്രത്തിനകത്തുനിന്ന് മാറ്റാം. അപ്പോൾ നല്ലതുപോലെ ചൂടാറാൻ വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, പാത്രത്തിൽ നിന്ന് ഇതുപോലെ വിട്ട് വരും. ശരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഒരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കണ്ടില്ലേ, പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് ഈ ഒരു അപ്പം ഉണ്ടാകുക. ഞാൻ തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പീസ് ഞാനൊന്ന് അടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ബേക്ക് ചെയ്തതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസാണ്. ഇനി നമ്മൾ ബേക്ക് ചെയ്യാതെ ജസ്റ്റ് കണ്ടില്ലേ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് 2-3 മണിക്കൂർ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. മറ്റൊരു പാത്രത്തിൽ ഞാൻ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ശരിക്കും നല്ലൊരു ഫ്ലേവർ വേണമെന്നാണെങ്കിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു വെറൈറ്റി ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.